ഗൈസ് നിങ്ങൾ ഈ കാര്യങ്ങൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മറക്കാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നെക്സ്റ്റ് വീക്കിൽ അപ്ലൈ ചെയ്യണം. എന്നാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മാക്സിമം ലോസ് ഒഴിവാക്കി പ്രോഫിറ്റബിൾ ആവാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൺഡേ ട്രേഡ് അവസരങ്ങൾ. അതായത് നമ്മൾ എല്ലാ ആഴ്ചയും ചെയ്യാറുള്ള പോലെ തന്നെ മൺഡേയിലെ കുറച്ച് അവസരങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ മാർക്കറ്റിൻ്റെ ഒരു ഫുൾ സ്ട്രക്ചർ കാര്യങ്ങൾ എല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ റീക്യാപ്പ് ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. സോ എല്ലാവരും വീഡിയോ മറക്കാതെ തന്നെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ പുതിയ മാറ്റങ്ങളുമായി പുതിയ വീക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ഫസ്റ്റത്തെ കറൻസി എന്ന് പറയുന്നത് USD/JPY ആണ്. നിങ്ങൾ 4 അവറിൻ്റെ ക്യാൻഡിലാണ് ഇപ്പോൾ കണ്ടുപിടിക്കുന്നത്. നമ്മൾ നേരെ ഷിഫ്റ്റ് ചെയ്യുന്നത് 1 അവറിലേക്ക്. 1 അവറിൻ്റെ ഇതിൽ നമുക്ക് കഴിഞ്ഞ ആഴ്ച എത്ര ട്രേഡ് കിട്ടി എന്നുള്ളത് ഒരു ട്രേഡാണ് നമ്മൾ ആകെ എടുത്തിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ച, ഈ ഒരാഴ്ച എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ആ ഒരു ട്രേഡ് എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് TP അടിച്ചു, പിന്നെ BA അടിച്ചു. ഓക്കെ, നമ്മൾ ഓവറോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് $50 ആണ് ആകെ ഒരു വീക്കിലെ പ്രോഫിറ്റ്. നമുക്ക് ലോസ് ഒന്നും വരുത്തി വെച്ചിട്ടില്ല. ആകെ ഒരു വീക്കിലെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വരുന്നത് അടുത്ത ആഴ്ചത്തേക്കുള്ള USD/JPYൻ്റെ ഒരു ക്വിക്ക് റീക്യാപ്പാണ് കേട്ടോ. ഇത് നോക്കിക്കോ. ഇത് നമുക്ക് ഇവിടെയാണ് ലാസ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു എന്ത് പറയണ ബ്രേക്കോ സ്ട്രക്ചർ കിട്ടിയിട്ടുള്ള. സോ ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അതൊക്കെ ബ്രേക്ക് ആക്കിയിട്ടുണ്ട്. ഓക്കെ, മാർക്കറ്റിൽ അത് ബ്രേക്ക് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എന്ത് ചെയ്ത് അപ് ട്രെൻഡ് ആയിട്ട് കീപ്പ് അപ് ട്രെൻഡ് ആയിട്ടുണ്ട്. സോ മാർക്കറ്റ് എന്ത് ചെയ്യും, ഇനി കണ്ടിന്യൂസ്ലി മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. ഈ ഒരു ഇറക്കം എന്ന് പറയുന്നത് ഒരു ന്യൂസിൻ്റെ ബേസിലുള്ള ഇറക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ നമ്മൾ ഹയർ ടൈം ഫ്രെയിംസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നോക്ക്, സോ മാർക്കറ്റ് ഏകദേശം ഈ ഒരു റേഞ്ചിൽ എത്തിയിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, ഇവിടെ തട്ടിയിട്ടാണ് മാർക്കറ്റ് അടുത്ത ബ്രേക്കോ സ്ട്രക്ചർ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. 1 ഡേ ക്യാൻഡിലാണ് കേട്ടോ. സോ 1 ഡേ ക്യാൻഡിൽ ഇവിടെ ബ്രേക്കോ സ്ട്രക്ചർ ഉണ്ടാക്കി. ഇനി എന്തായാലും മാർക്കറ്റ് എന്ത് ചെയ്യും, മേളിൽ ഈ ഒരു OBയിലേക്ക് തന്നെ വന്ന് ടച്ച് ചെയ്തിട്ട് വീണ്ടും ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. സോ 1 അവറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് സ്ട്രക്ചർ ആയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു ട്രേഡ് ഇട്ട് കൊടുക്കാം, മേളിൽ ഇതുവരെയൊക്കെ ആയിട്ട്. സോ എന്തായാലും മേളിൽ എത്താനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇപ്പോൾ എന്തായാലും മാർക്കറ്റ് എന്തായാലും സ്ട്രക്ചറൊക്കെ ചേഞ്ച് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് മേളിലെത്താനുള്ള സാധ്യതയുണ്ട്. അറ്റ്ലീസ്റ്റ് ഈ ഒരു റേഞ്ചെങ്കിലും വരെ മാർക്കറ്റ് USD/JPY എത്താനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇത് ബോറിംഗ് ആണ്. എല്ലാവരും മാക്സിമം ശ്രദ്ധിച്ചിരുന്നാലേ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ വെറുതെ അടിച്ചു വിട്ടിട്ട് കണ്ടിട്ട് കാര്യമില്ല. സോ മാക്സിമം നോക്കിക്കോ. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഗോൾഡാണ്. ഗോൾഡിൽ സീനാണ് മുത്തേ. ഗോൾഡ് സീനാണ് പറഞ്ഞു കഴിഞ്ഞാൽ സീനാണ്. ഗോൾഡ് കീപ് ഡൗൺ ഫാളിങ് ആണ്. ബട്ട് നമ്മൾ 1 ഡേയിൽ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കാൻ പറ്റും, ഒരു ഒറ്റ ക്യാൻഡിലാണ് ഇത്രയും ഇടിഞ്ഞിട്ടുള്ളത് കേട്ടോ. ഒറ്റ സിംഗിൾ ഡേ ക്യാൻഡിൽ മാക്സിമം മാർക്കറ്റ് എന്ത് ചെയ്യും, ഈ ഒരു ലെവൽ വരെയാണ് എത്താനുള്ള സാധ്യത. മാക്സിമം മാർക്കറ്റ് അടുത്ത ക്യാൻഡിൽ നേരെ തിരിച്ച് മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ നേരെ അടിയിലോട്ട് തന്നെ ഇറങ്ങും. മാർക്കറ്റ് കീപ് എന്താണ് ഇതുവരെ കയറിയിട്ട് ഒരു ഡൗൺഫാൾ ഇതുവരെ ഒരു ഡൗൺഫാളിന് ചാൻസ് ഉണ്ട്. ഗോൾഡ് അങ്ങനെയാണ്. 1 അവറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കീപ് ഡൗൺ ഫാളിങ് ആണ്. നമ്മൾ വരച്ചിട്ടുള്ള വരയിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, സോ അതിൽ എത്തിയിട്ട് നമുക്ക് എന്താ റെസ്പോൺസ് നോക്കാം. സോ മൺഡേ ട്രേഡ്സ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് മൺഡേ തീരുമാനിക്കാം. ഇതിലിപ്പോൾ കറൻ്റ്ലി ട്രേഡ് ഒന്നുമില്ല. ബട്ട് അടുത്തതാണ് GBP/USD. GBP/USD ഇപ്പോൾ റണ്ണിങ് ആണ്. നമ്മളിത് വെള്ളിയാഴ്ചയാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് റണ്ണിങ് ആണ്. സോ ഇതും നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് എന്താണ്, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു മാർക്കറ്റിൻ്റെ എന്താ പറയുക, ഇപ്പോൾ ഒരു ബ്രേക്ക് ആയിട്ടുണ്ട്. ഇത് വീക്കായിട്ട് ഇതിൻ്റെ മേളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ ഈ ഒരു ലെവലെങ്കിലും ബ്രേക്ക് ആയിട്ട് എത്താതെ ഈ ഒരു ലെവൽ വീക്കായിട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, നമ്മൾ അവിടുന്ന് ബൈ ഇടും, നമ്മൾ നല്ലൊരു പ്രോഫിറ്റ് പോലും ചെയ്യും. ഓക്കെ, അടുത്ത് BTC എന്ന് പറയുന്നത് എന്താ പറയുക, BTC ഇപ്പോൾ അപ് ട്രെൻഡ് ആയിട്ടുണ്ട്. അപ് ട്രെൻഡ് ആണ് BTC എന്തായാലും ഇനി അപ്പ് സൈഡിലേക്ക് തന്നെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. BTC ഇനി എന്താണ് നല്ല പോലെ ഒരു റഷ് എപ്പോൾ വേണമെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുക. BTC ഇതിൻ്റെ ഹൈയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഹൈയോ BTC എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം തന്നെ അടുത്ത് നാളെയും മറ്റന്നാളും BTCക്ക് ഒഴിവൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നാളെയും മറ്റന്നാൾ ഏതെങ്കിലും ഒരു ദിവസമായിട്ട് BTC എടുക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നാസ്ഡാക്കിൽ നമുക്ക് കുറേ ആയി ട്രേഡൊക്കെ കിട്ടിയിട്ടുണ്ട്. നാസ്ഡാക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫാളിംഗ് ആണ്. സോ എന്താണ് മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ
സോ യുഎസിൽ ട്രംപിന്റെ തരീഫ് വാറൊക്കെ ഉണ്ടല്ലോ, ടാക്സിന്റെ പുറത്തുള്ള വാറും കാര്യങ്ങളൊക്കെ കാരണമാണ് ഈ നാസ്ഡാക്ക് ഇങ്ങനെ ഇടിഞ്ഞു പോണത്. സോ ഏത് നിമിഷമാണെന്നുണ്ടെങ്കിലും മാർക്കറ്റ് ഇതൊക്കെ ഗെയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ നമുക്ക് നോക്കാം. പിന്നെ ക്രൂഡ് ഓയിൽ, യുഎസ് ഓയിൽ, യുഎസ് ഓയിലും ഈ തരീഫ് വാറിന്റെ പേരിലുള്ള ഇടിച്ചിലാണ് നിങ്ങൾ കാണുന്നത്. സോ ബുധനാഴ്ച മുതലുള്ള ഇടിച്ചിലാണ്, നല്ലപോലെ ഇടിഞ്ഞു. ഓക്കെ, സോ ഇത് എപ്പോൾ വേണമെങ്കിലും റീകവർ ആവാനുള്ള സാധ്യതയുണ്ട്. അടുത്ത എതേറിയം ബിറ്റ് കോയിൻ ഏകദേശം ഒരേപോലെയാണ്. ഏത് നിമിഷം വേണമെന്നുണ്ടെങ്കിലും ബ്ലാസ്റ്റ് ആവാൻ വേള്ളൂ. സോ നമ്മൾ വെയിറ്റിംഗ് ആണ്. എപ്പോൾ ബ്ലാസ്റ്റ് ആവും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഞായറാഴ്ച ആയിരിക്കും, ചിലപ്പോൾ നാളെ ആയിരിക്കും. നാളെ എന്തായാലും ചിലപ്പോൾ വോളിയം കുറവായിരിക്കും, ചിലപ്പോൾ മറ്റന്നാൾ അല്ലെങ്കിൽ തിങ്കളാഴ്ച എന്തായാലും ബ്ലാസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് നമ്മുടെ ക്യുക്ക് വൺ ഡേ റീക്യാപ്പ് എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് അടിക്കുക, അതേപോലെ തന്നെ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്കോഡിൽ അല്ലെങ്കിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ വന്ന് ചോദിക്കാം. എല്ലാവർക്കും നാളെയും മറ്റന്നാളും ഞാൻ ഫ്രീ ആണ്. എല്ലാവർക്കും ഓപ്പൺ അപ്പായിട്ട് ചോദിക്കാം എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ. നമ്മൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ഔട്ട്.